അയാൾ കേരള ഹിസ്റ്ററിയിലെ തിരുവിതാംകൂർ ചരിത്രം എന്ന ഭാഗത്തു നിന്ന് 10th +2 ഡിഗ്രി ലെവലുകളിൽ PSC ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഈ വീഡിയോയിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആധുനിക തിരുവിതാംകൂറിലെ ഭരണാധികാരികളും അവരുടെ കാലഘട്ടവുമാണ് നൽകിയിരിക്കുന്നത്. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി. ആൻസർ ഓപ്ഷൻ എ മാർത്താണ്ഡവർമ്മ. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി അല്ലെങ്കിൽ ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ്. തിരുവിതാംകൂറിൽ ആദ്യമായി പതിവ് കണക്ക് എന്ന വാർഷിക ബഡ്ജറ്റ് സമ്പ്രദായം കൊണ്ടുവന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയുടെ ഭരണനയം വിശേഷിക്കപ്പെടുന്നത് ചോരയുടെയും ഇരുമ്പിന്റെയും നയം എന്നാണ്. തിരുവിതാംകൂറിൽ ആദ്യമായി പതിവ് കണക്ക് എന്ന വാർഷിക ബഡ്ജറ്റ് സമ്പ്രദായം കൊണ്ടുവന്നത് മാർത്താണ്ഡവർമ്മയാണ്. കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ ഭരണകാലത്ത് തിരുവിതാംകൂറിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയപ്പെട്ടത്? ആൻസർ ഓപ്ഷൻ ഡി ദിവാൻ. ആധുനിക തിരുവിതാംകൂർ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച രാജാവാണ് കാർത്തിക തിരുനാൾ. ഇദ്ദേഹം ധർമ്മരാജാവ്, കിഴവൻ രാജ എന്നൊക്കെ അറിയപ്പെടുന്നു. ഇദ്ദേഹത്തിന്റെ കാലത്താണ് തിരുവിതാംകൂറിന്റെ തലസ്ഥാനം പത്മനാഭപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയത്. പഴശ്ശിരാജയുടെയും ശക്തൻ തമ്പുരാന്റെയും സമകാലികനായിരുന്ന തിരുവിതാംകൂർ രാജാവാണ് കാർത്തിക തിരുനാൾ. ഇദ്ദേഹമാണ് 1788 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി കരാറിൽ ഏർപ്പെട്ടത്. ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത് ആരുടെ കാലഘട്ടത്തിൽ? ഓപ്ഷൻ സി ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. 1937 തിരുവിതാംകൂർ സർവകലാശാല നിലവിൽ വന്നത്. തൃപ്പടിദാനം നടന്ന വർഷം? ആൻസർ ഓപ്ഷൻ സി 1750 ജനുവരി 3. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ മാർത്താണ്ഡവർമ്മയുമായി ബന്ധമില്ലാത്തത് തിരഞ്ഞെടുക്കുക. തിരുവിതാംകൂറിൽ തൃപ്പടിദാനം നടപ്പിലാക്കി. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. 1750 ജനുവരി 3 മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടപ്പിലാക്കിയത്. കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ തോൽപ്പിച്ചു. ഈ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. 1741 കുളച്ചൽ യുദ്ധം നടന്നത്. രാജ്യത്തെ കോവിലകത്തും വാതുക്കൾ എന്ന പേരിൽ അനേകം റവന്യൂ യൂണിറ്റുകളായി തരംതിരിച്ചു. ഈ പ്രസ്താവന തെറ്റാണ്. കാരണം മാർത്താണ്ഡവർമ്മ രാജ്യത്തെ മണ്ഡപത്തും വാതുക്കൽ എന്ന പേരിലാണ് തരംതിരിച്ചത്. രാജ്യത്തെ കോവിലകത്തും വാതുക്കൽ എന്ന പേരിൽ തരംതിരിച്ചത് ശക്തൻ തമ്പുരാനാണ്. തിരുവിതാംകൂറിന്റെ സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. ഈ പ്രസ്താവന ശരിയാണ്. ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് മാർത്താണ്ഡവർമ്മയുമായി ബന്ധമില്ലാത്ത പ്രസ്താവനയാണ്. അതിനാൽ ആൻസർ ഓപ്ഷൻ ബി 3 മാത്രം. മാർത്താണ്ഡവർമ്മ എന്ന ചരിത്ര നോവൽ എഴുതിയത്? ആൻസർ ഓപ്ഷൻ എ CV രാമൻപിള്ള. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച മഹാരാജാവ്? ആൻസർ ഓപ്ഷൻ ഡി ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. തിരുവിതാംകൂർ കലാപത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ സി 1040 പാട്ടം വിളംബരം. തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട വിളംബരം നടന്നത് ഏത് ഭരണാധികാരിയുടെ കാലഘട്ടത്തിലാണ്? ആൻസർ ഓപ്ഷൻ എ ആയില്യം തിരുനാൾ. തിരുവിതാംകൂറിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഭരണാധികാരി? ആൻസർ ഓപ്ഷൻ ബി റാണി ഗൗരി പാർവതിബായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് തെറ്റായത് ഏത്? തൃശൂർ പൂരം ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. ഈ പ്രസ്താവന തെറ്റാണ്. 1750 മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തി. ഈ പ്രസ്താവന ശരിയാണ്. 1741 മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ചുകാരെ കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. ഈ പ്രസ്താവനയും ശരിയാണ്. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ എ ആണ്. 1 മാത്രമാണ് തെറ്റ്.
തൃശൂർ പൂരം ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയല്ല, ശക്തൻ തമ്പുരാനാണ്. നിരവധി സംഗീതജ്ഞരും ഗായകരും സ്വാതി തിരുനാളിന്റെ കൊട്ടാരം അലങ്കരിച്ചിരുന്നു. താഴെ പറയുന്നവയിൽ ഒറ്റയാനെ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി അളഗിരി നായിഡു. സുബ്ബുക്കുട്ടി, ശിവാനന്ദൻ വടിവേലു എന്നിവർ സ്വാതി തിരുനാളിന്റെ സംഗീത സദസ്സിനെ അലങ്കരിച്ചിരുന്നു. എന്നാൽ സ്വാതി തിരുനാളിന്റെ പ്രോത്സാഹനം ലഭിച്ച ചിത്രകാരനായിരുന്നു അളഗിരി നായിഡു. കേരള സ്പോർട്സ് കൗൺസിലിന് രൂപം നൽകിയതാര്? ആൻസർ ഓപ്ഷൻ ഡി ഗോദവർമ്മ രാജ. കായിക കേരളത്തിന്റെ പിതാവെന്ന് ഗോദവർമ്മ രാജയെ വിശേഷിപ്പിക്കുന്നു. ഇദ്ദേഹത്തിന്റെ ജന്മദിനമായ ഒക്ടോബർ 13 കേരള കായിക ദിനമായി ആചരിക്കുന്നു. തിരുവിതാംകൂറിൽ അടിമ സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരി? ആൻസർ ഓപ്ഷൻ എ ഗൗരി ലക്ഷ്മിബായി. തിരുവിതാംകൂർ സിംഹാസനത്തിലെ ആദ്യ വനിതാ ഭരണാധികാരിയായിരുന്നു ആയില്യം തിരുനാൾ റാണി ഗൗരി ലക്ഷ്മിബായി. 1812 തിരുവിതാംകൂറിൽ അടിമ കച്ചവടം അവസാനിപ്പിച്ചു. തിരുവിതാംകൂർ ഭരിച്ച താഴെ പറയുന്ന രാജാക്കന്മാരെ കാലക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി 1, 3, 2, 4. കാർത്തിക തിരുനാൾ രാമവർമ്മ, അതിനുശേഷം ഗൗരി പാർവതി ബായി, അതിനുശേഷം ആയില്യം തിരുനാൾ, അതിനുശേഷം ശ്രീമൂലം തിരുനാൾ. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏത്? പ്രസ്താവന എ. 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ സ്വാതി തിരുനാളിന്റെ കാലഘട്ടത്തിലാണ് തിരുവിതാംകൂറിൽ കർണാടക സംഗീതം പ്രചരിച്ചു തുടങ്ങിയത്. ഈ പ്രസ്താവന ശരിയാണ്. പ്രസ്താവന ബി. പ്രസ്തുത കാലഘട്ടത്തിൽ കർണാടക സംഗീതം രാജകീയ സദസ്സുകളിൽ മാത്രമായിരുന്നു പ്രചാരം നേടിയിരുന്നത്. ഈ പ്രസ്താവനയും ശരിയാണ്. ആൻസർ ഓപ്ഷൻ സി. പ്രസ്താവന എയും ബിയും ശരിയാണ്. മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ. മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ ജനജീവിതത്തിൽ പിള്ളമാരും മാടമ്പിമാരും സംസ്ഥാനത്തിന്റെ ഒരു വലിയ ശക്തിയായി. യോഗക്കാർ അവർക്ക് പിന്തുണയും നൽകി. ഈ പ്രസ്താവന ശരിയാണ്. രാമപുരത്തു വാര്യർ, കുഞ്ചൻ നമ്പ്യാർ തുടങ്ങിയ കവികൾ കൊട്ടാരം അലങ്കരിക്കാൻ എത്തി. ഈ പ്രസ്താവനയും ശരിയാണ്. ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം, പണ്ടാരം വക എന്നീ തലങ്ങൾക്ക് കീഴിലുള്ള വർഗീകരണം മല്ലൻ ശങ്കരനാണ് അവതരിപ്പിച്ചത്. ഈ പ്രസ്താവന ശരിയാണ്. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭൂമിയെ ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം, പണ്ടാരം വക എന്നിങ്ങനെ തിരിച്ചിരുന്നു. ഒരു കൂട്ടം ഗ്രാമങ്ങൾ ചേർന്ന് മണ്ഡപത്തും വാതുക്കൾ രൂപീകരിച്ചു. അത് കാര്യക്കാരുടെ കീഴിലായിരുന്നു. ഈ പ്രസ്താവനയും ശരിയാണ്. അതിനാൽ ആൻസർ ഓപ്ഷൻ ബി. പ്രസ്താവന 1, 2, 3, 4 ശരിയാണ്. തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈൻ? ആൻസർ ഓപ്ഷൻ ഡി. കൊല്ലം ചെങ്കോട്ട. 1904 തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈൻ സ്ഥാപിക്കപ്പെട്ട സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീമൂലം തിരുനാളായിരുന്നു. 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി? ആൻസർ ഓപ്ഷൻ ബി. ഗൗരി പാർവതി ബായി. 1834 തിരുവനന്തപുരത്ത് ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിച്ച തിരുവിതാംകൂർ മഹാരാജാവ്? ആൻസർ ഓപ്ഷൻ സി. സ്വാതി തിരുനാൾ. 1834 തിരുവനന്തപുരത്ത് ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിതമായി. 1836 ഇത് രാജാസ് ഫ്രീ സ്കൂളായി മാറി. 1866 രാജാസ് ഫ്രീ സ്കൂളിനെ യൂണിവേഴ്സിറ്റി കോളേജാക്കി മാറ്റി. തന്നിരിക്കുന്ന ജോഡികളിൽ തെറ്റായവ ഏത്? തിരുവനന്തപുരത്ത് അടിമത്ത നിരോധനം 1812. ഇത് ശരിയാണ്. കൊച്ചിയിൽ അടിമത്ത നിരോധനം 1845. ഇതും ശരിയാണ്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് രൂപീകരണം 1837. ഇത് തെറ്റാണ്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് രൂപീകരിച്ചത് 1866. എറണാകുളം മഹാരാജാസ് കോളേജ് രൂപീകരണം 1875. ഇതും ശരിയാണ്. തന്നിരിക്കുന്ന ജോഡികളിൽ
തെറ്റായത് ഓപ്ഷൻ സി ആണ്. തിരുവിതാംകൂറിലെ റാണി സേതുലക്ഷ്മി ബായിയുടെ ചില ഭരണ പരിഷ്കാരങ്ങൾ ചുവടെ വിവരിക്കുന്നു. അവ കാലക്രമത്തിൽ ക്രമീകരിക്കുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. 3, 1, 4, 2. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി ആണ്. ശരിയായ പ്രസ്താവനകൾ: കേരളത്തിൽ ആദ്യമായി തൊഴിൽ വകുപ്പ് രൂപീകരിച്ചത് 1946-ലാണ്. ഇതിനുള്ള നിർദ്ദേശം നൽകിയത് CP രാമസ്വാമി അയ്യർ ആണ്. 1946 വരെ വ്യവസായ വകുപ്പിന്റെ ഭാഗമായിരുന്നു തൊഴിൽ വകുപ്പ്. തിരുവിതാംകൂർ ഭരണാധികാരി മാർത്താണ്ഡവർമ്മ കർഷകരായ സൈനികർക്ക് അവരുടെ സേവന കാലഘട്ടത്തിൽ നൽകിയിരുന്ന നികുതി ഇളവ്. ആൻസർ ഓപ്ഷൻ ബി ഇറയിലി. തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്ന വർഷം. ആൻസർ ഓപ്ഷൻ ഡി 1949. തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായത് എന്ന്. ആൻസർ ഓപ്ഷൻ ബി 1949 ജൂലൈ 1. ഐക്യ കേരളം തമ്പുരാൻ എന്നറിയപ്പെടുന്നത്. ആൻസർ ഓപ്ഷൻ സി മഹാരാജ കേരളവർമ്മ. ഐക്യ കേരളം തമ്പുരാൻ എന്നറിയപ്പെടുന്നത് മഹാരാജ കേരളവർമ്മയാണ്. എന്നാൽ തിരുക്കൊച്ചിയിലെ രാജപ്രമുഖ സ്ഥാനം വഹിച്ച ഭരണാധികാരി ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. ഇത്രയും ക്വസ്റ്റ്യൻ ആണ് ഈ വീഡിയോയിലുള്ളത്. പുതിയൊരു ടോപ്പിക്കുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ആൾ.